എവരിവൺ, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ എന്താണ് അവസ്ഥ, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളിപ്പം ചെയ്യുന്നത്? ഈ ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ്, സാർ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർക്ക് ആനുവൽ എക്സാമിന് ചോദിക്കുമെന്ന്. ചോദിക്കും കേട്ടോ. പക്ഷേ ആ ക്രിസ്മസ് എക്സാമിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് നിന്ന് മാക്സിമം പോയാൽ ഒരു ചോദ്യമേ മാക്സിമം എന്ത് ചെയ്യുള്ളൂ, ക്രിസ്മസ് എക്സാമിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സ് ചോദിക്കുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും എവിടെ നിന്നാണ് ചോദിക്കുക? ആഫ്റ്റർ ക്രിസ്മസ് എക്സാം ഇട്ടോ. ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സിലെ ഭൗമ രഹസ്യങ്ങൾ തേടി എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററിന് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോവാണ്. പക്ഷേ ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസിനായിരിക്കും എന്ത് ചോദിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് അല്ലേ, ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ അറിയാൻ സഹായിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഈ 3 പോയിന്റ്സ് അങ്ങോട്ട് എഴുതി വെച്ചാൽ 3 മാർക്ക് ചോദിച്ചാൽ ഒന്നാമത്തെ എന്താ, ഫ്രം ദ മെറ്റീരിയൽസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. രണ്ടാമത് എന്താ, ഡാറ്റ കളക്ടർ ഫ്രം മൈൻസിലെ, ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളിൽ നിന്ന്, ഡാറ്റ കളക്ടർ ഫ്രം മൈൻസ് അഥവാ ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളിൽ നിന്ന്. അടുത്തെന്താ, അനാലിസിസ് ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എർത്ത് ക്വേക്സിലെ, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് പഠിക്കാം. ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്തൊക്കെയാടാ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ലിസ്റ്റ് ഔട്ട് എനി 2 മെത്തേഡ്സ് ഫോർ സോയിൽ കൺസർവേഷൻ. 2 മാർക്കിന് എക്സാമിന് ചോദിക്കുള്ളൂ കേട്ടോ. മണ്ണ് സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ ഏതാനാ? 2 മാർഗങ്ങൾ എഴുതാൻ പറഞ്ഞാൽ 2 എഴുതിയാൽ മതി. എനിക്ക് ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്, ഇത് 2 നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒന്നാമത് എന്താ, ചെഫ് ഡീഫോറസ്റ്റേഷൻ, ഏതാ വനനശീകരണം തടയൽ, ക്രോപ്പ് റൊട്ടേഷൻ വിള പരിവൃത്തി, ടെറസ് ഫാമിംഗ് എലോങ് ഹിൽ സ്റ്റോപ്സ് അല്ലെ, മലഞ്ചെരുവിലെ തട്ടുകൃഷി, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് തടയണ നിർമ്മാണം, പ്രിവെന്റ് സോയിൽ ഇറോഷൻ ബൈ പ്ലാന്റിംഗ് ട്രീസ് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുക. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷിക്കാനുള്ള രീതികളാണ്. സെറ്റല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതാ, ഹൗ വെതറിംഗ് ഹെൽപ്സ് ഹ്യൂമൻസ് ഇൻ മെനി വേസ്. ഹൗ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് സഹായകരമാകുന്നത് എങ്ങനെ? 3 മാർക്ക് ചോദിക്കും. ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചിട്ടോ. എന്തൊക്കെയാടാ, മിനറൽസ് ഇൻ റോക്ക് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്, ഹെൽപ്സ് ഇൻ മൈനിങ് അതായത് ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, സോയിൽ ഫോർമേഷൻ അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. സെറ്റാണോ? ഇനി അടുത്ത ക്വസ്റ്റ്യന് നമുക്കറിയാം, ഇന്റീരിയർ പാർട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് ഏതൊക്കെയാണ്? വിച്ച് ആർ ദി ലെയേഴ്സ് ഓഫ് ദി ഇന്നർ പാർട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറകളിലുള്ള പാളികൾ ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്നർ പാർട്സ് ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ ഉള്ളറകളിലുള്ള പാളികൾ ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യട്ടോ. യെസ്, നിങ്ങൾ കമന്റ് ചെയ്തൊക്കെയാണ് ക്രസ്റ്റ്, കോറ്, മാൻഡിൽ. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഇത് 3 കൂടി ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നിന്റെ മാത്രം സവിശേഷത ഏതാണ് എന്ത് ചെയ്യും, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് എന്ത്, ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം. 40 കിലോമീറ്റർ തിക്നെസ്സിലെ, 40 കിലോമീറ്റർ ആണ് കട്ടി. 2 ഭാഗങ്ങളുണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റിലെ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഇനി ക്രസ്റ്റിന് തൊട്ടതായി കാണുന്ന 2900 കിലോമീറ്റർ ഹൈറ്റിൽ വരുന്ന ഒന്നാണ് ഏത്, മാൻഡില്. മാൻഡിലും 2 ഭാഗങ്ങളുണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. ഇനി ഏറ്റവും താഴെയുള്ളതാണ് ഇത് കോർ അഥവാ കാമ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ. ആ കാമ്പ് എത്രയാണ്? 2900 മുതൽ 6371 വരെ. ഇന്നർ കോറുണ്ട്, ഔട്ടർ കോറുണ്ട്, അകക്കാമും പുറക്കാമും ഉണ്ട്. ഈ കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, NiFe. നിക്കലും ഇരുമ്പും ഉള്ളതായതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു, NiFe എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ഒക്കെ ഒന്ന് നോക്കി പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട് സോഷ്യൽ സയൻസ് പഠിക്കാൻ. ക്രിസ്മസിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, ക്രിസ്മസിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സും പഠിക്കണം. എല്ലാം സെറ്റാക്കി തരാൻ നിങ്ങളുടെ കൂടെ എജ്യൂബോർഡ് ഉണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത കൊല്ലം നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ 8ൽ പഠിക്കുന്നതിൻ്റെ 3ഉം 4ഉം ഇരട്ടി എവിടെ പഠിക്കാനുണ്ട്, 9ാം ക്ലാസ് പഠിക്കാനുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് നിങ്ങളെ കൂടെ നിന്ന് എജ്യൂബോർഡ് എല്ലാം സെറ്റാക്കി തന്ന പോലെ അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം സെറ്റാക്കി തരും. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോമിൻ്റെ ലിങ്ക് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 ആളുകൾക്ക് നമ്മളൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുക. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ, ഒരു റിഡക്ഷൻ ഉള്ളൂ, അല്ലാത്തവർക്ക് പിന്നെ പൈസ കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേണമെന്ന് ഗൂഗിൾ ഫോമിൽ ഒന്ന് എന്ത് ചെയ്യുക,
ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇത് നമ്മുടെ ടീം നിങ്ങളെ വിളിക്കാൻ നിങ്ങൾ മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. 9ാം ക്ലാസ് വളരെയധികം ടഫ് ആവാൻ പോകുന്നൊരു ക്ലാസ്സാണ്. പക്ഷേ തുടക്കം മുതൽ നിങ്ങൾ എജ്യൂപോണിൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സീനും ഇല്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹോംവർക്ക് കൂടി ഞാൻ തരുന്നുണ്ട്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ടെൻഷൻ മേടിക്കേണ്ട, എല്ലാം നമ്മൾ സെറ്റാക്കി തരും. മക്കളെ ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കുക. ബൈ.